നമസ്കാരം. 2010 മുതൽ 15 വരെയുള്ള വർഷങ്ങൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു എന്ന് തന്നെ പറയാം. 2010-11 വർഷങ്ങൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ വളരെ നിർണായകമാണ്. വലിയ സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പുതിയ പരീക്ഷണങ്ങൾക്കും ന്യൂ ജനറേഷൻ സിനിമകളുടെ തുടക്കത്തിനും മലയാള സിനിമ സാക്ഷിയായി. 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ 10 വർഷത്തിന്റെ അവസാനം തുടങ്ങിയ സിനിമകളുടെ സാറ്റലൈറ്റ് അവകാശത്തിന്റെ വളർച്ച ഇവിടെയും തുടരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടമായിരുന്നു 2010 മുതൽ 15 വരെയുള്ള കാലം. വാണിജ്യ സിനിമകളും കലാമൂല്യമുള്ള സിനിമകളും ഒരുപോലെ ശ്രദ്ധിക്കപ്പെട്ടു. ഈ വർഷങ്ങളിൽ ഇറങ്ങിയ സിനിമകളിൽ എടുത്തു പറയേണ്ട ചില ചിത്രങ്ങളുണ്ട്. രഞ്ജിത്ത് മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറന്ന ആക്ഷേപഹാസ്യം കൊണ്ട് ശ്രദ്ധ നേടിയ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ്, വേറിട്ട ആഖ്യാനവുമായി വന്ന വേണുവിന്റെ മുന്നറിയിപ്പ്, സ്ത്രീപക്ഷ കാഴ്ചപ്പാടിലൂടെ കഥ പറഞ്ഞ ജൂഡ് ആന്റണിയുടെ ഓം ശാന്തി ഓശാന, അഞ്ജലി മേനോൻ സംവിധാനം ചെയ്ത മൾട്ടി സ്റ്റാർ സിനിമ ബാംഗ്ലൂർ ഡേയ്സ്, ഇവയൊക്കെയും മാറുന്ന മലയാള സിനിമയുടെ മുഖമായി മാറി. അൻവർ റഷീദിന്റെ ഉസ്താദ് ഹോട്ടലും വിനീത് ശ്രീനിവാസിന്റെ തട്ടത്തിൻ മറയത്തും യുവാക്കൾക്കിടയിൽ കൾട്ട് ക്ലാസിക്കുകൾ ആയി മാറുകയും ദുൽഖർ സൽമാൻ, നിവിൻ പോളി എന്നീ പുത്തൻ താരോദയങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. സ്ത്രീകളെ വെറും കാഴ്ചാ വസ്തുക്കളാക്കി കാണുന്ന രീതിയിൽ മാറ്റം വരികയും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ള സിനിമകൾ പുറത്തിറങ്ങുകയും ചെയ്തു. മഞ്ജു വാര്യർ, നയൻതാര, അമല പോൾ, മമത മോഹൻ, മീര ജാസ്മിൻ തുടങ്ങിയ നായികമാർക്ക് പ്രഥമ സ്ഥാനം നൽകി ചിത്രങ്ങൾ നിർമ്മിക്കുന്ന സാഹചര്യവും ഉണ്ടായി. മലയാള സിനിമയുടെ ഗതി മാറ്റിയ ന്യൂജൻ സിനിമകൾക്ക് സച്ചി, ശ്യാം പുഷ്കരൻ, വിനീത് ശ്രീനിവാസൻ, അഞ്ജലി മേനോൻ, ജിത്തു ജോസഫ്, ബോബി സഞ്ജയ് തുടങ്ങിയ തിരക്കഥാകൃത്തുക്കൾ പുതിയ ദൃശ്യഭാഷ നൽകിയത് ശ്രദ്ധിക്കപ്പെട്ടു. ഒരേ സമയം ഒന്നിലധികം ലെയറുകളിൽ കഥ പറയുന്ന ട്രാഫിക് പോലെയുള്ള സിനിമകൾ മലയാള സിനിമയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. മോഹൻലാൽ, ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ വന്ന ദൃശ്യം മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ ത്രില്ലറുകളിൽ ഒന്നായി മാറി. മലയാള സിനിമയുടെ 50 കോടി ക്ലബിന് തുടക്കമിട്ടു. നാടകീയമായ ഡയലോഗുകൾക്ക് പകരം നമ്മൾ നിത്യജീവിതത്തിൽ സംസാരിക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ സിനിമയുടെ ഭാഗമായി. നായക സങ്കല്പങ്ങളുടെ പൊളിച്ചെഴുത്ത്, സൂപ്പർ സ്റ്റാറുകൾക്ക് അപ്പുറം കഥാപാത്രത്തിനും പ്രാധാന്യം നൽകിയത് വഴി ഒരു നിര പ്രഗത്ഭരായ അഭിനേതാക്കൾ വളർന്നു വന്നു. ഫഹദ് ഫാസിൽ, ദുൽഖർ സൽമാൻ, ആസിഫ് അലി, നിവിൻ പോളി, ടോവിനോ തോമസ് തുടങ്ങിയവർ ഈ കാലഘട്ടത്തിന്റെ മുഖങ്ങളായി മാറി. നായകൻ എപ്പോഴും നല്ലവരായിരിക്കണമെന്ന നിർബന്ധമൊക്കെ മാറി. നെഗറ്റീവ് ഷെയ്ഡുള്ള നായകന്മാരെ പ്രേക്ഷകർ സ്വീകരിച്ചു. ഇയോബിന്റെ പുസ്തകത്തിലൂടെ അമൽ നീരദ് വ്യത്യസ്തമായ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നപ്പോൾ അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം ദക്ഷിണേന്ത്യയിൽ ആകെ തരംഗമായി. കൊച്ചിയുടെ ചരിത്രവും ജാതി രാഷ്ട്രീയവും ചർച്ച ചെയ്യപ്പെട്ട രാജീവ് രവിയുടെ കമ്മട്ടിപ്പാടം ശ്രദ്ധിക്കപ്പെട്ടു. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബുവിലൂടെ സലീം കുമാറിനും ഡോക്ടർ ബിജുവിന്റെ പേരറിയാത്തവരിലൂടെ സുരാജ് വെഞ്ഞാറമൂടിനും മികച്ച നടനുള്ള അവാർഡും, അനിൽ തോമസ് സംവിധാനം ചെയ്ത മിന്നാ മിനുങ്ങിലൂടെ സുരഭി ലക്ഷ്മിക്ക് മികച്ച നടിക്കുള്ള ദേശീയ അവാർഡും സ്വന്തമായി. മലയാള സിനിമയ്ക്കുള്ള മികച്ച നേട്ടമായി തന്നെ ഇതിനെ രേഖപ്പെടുത്താം. ആഷിഖ് അബു സംവിധാനം ചെയ്ത സാൾട്ട് ആൻഡ് പെപ്പർ ന്യൂജൻ തരംഗത്തിന് വലിയ ഊർജം നൽകുകയുണ്ടായി. പൃഥ്വിരാജിനെ നായകനാക്കി രഞ്ജിത്ത് ഒരുക്കിയ ഇന്ത്യൻ റൂപ്പി റിയൽ എസ്റ്റേറ്റ് മാഫിയയെ കുറിച്ചുള്ള മികച്ച ആക്ഷേപഹാസ്യമായിരുന്നു. സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ ബ്യൂട്ടിഫുൾ, മനസ്സു നിറഞ്ഞ ഒരു സിനിമയായി മാറി. ബോക്സ് ഓഫീസിൽ വലിയ ചലനം ഉണ്ടാക്കിയില്ലെങ്കിലും ലിജോ ജോസ് പലിശ്ശേരിയുടെ സിറ്റി ഓഫ് ഗോഡ് മലയാള സിനിമയിലെ ഒരു നായികക്കല്ലായി. എബിൾഷൻ 1983 മലയാള സിനിമയ്ക്ക് അതുവരെ സുപരിചിതമല്ലാത്ത സ്പോർട്സ് ജോണർ എന്ന സിനിമ പരിചയപ്പെടുത്തുകയും വലിയ വിജയമാവുകയും ചെയ്തു. മലയാള സിനിമയുടെ പിതാവ് JC ഡാനിയലിന്റെ ജീവിതം സെല്ലുലോയിഡ് എന്ന ചിത്രത്തിലൂടെ കമൽ വെള്ളിത്തിരയിലെത്തിച്ചു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തിയേറ്ററുകളിലും പ്രകടമായ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. 2000ന്റെ ആദ്യ പതിറ്റാണ്ടിൽ തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും 2010 ശേഷം പുതിയ ട്രെൻഡിന് തുടക്കം കുറിച്ചു. വലിയ കപ്പാസിറ്റിയുള്ള ഒറ്റ സ്ക്രീനുകൾ പലതും മൾട്ടി സ്ക്രീൻ തിയേറ്ററുകളായി മാറി. കൂടുതൽ തിയേറ്ററുകൾ എയർ കണ്ടീഷൻ ചെയ്യുകയുണ്ടായി. മികച്ച ശബ്ദ മികവോടെയും ഡിജിറ്റൽ പ്രൊജക്ഷനിലൂടെയും പ്രേക്ഷകർക്ക് അതൊരു പുത്തൻ അനുഭവം തന്നെയാണ് നൽകിയത്. ഈ സിനിമയിൽ തുടങ്ങിയ ഡിജിറ്റൽ പ്രൊജക്ഷൻ കൂടുതൽ ദൃശ്യമുഖ്യമുള്ള 2K പ്രൊജക്ഷനിലേക്ക് വഴിമാറുന്നു. ബിഗ് ബജറ്റ് അന്യഭാഷാ ചിത്രങ്ങൾക്കും ഇതുവഴി കേരളത്തിൽ കളക്ഷൻ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു.